ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ അതേ എന്തിൻ്റെ റെസിപ്പിയെന്ന് മനസ്സിലായാലോ? അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ സ്നാക്കാണ്. അത്രയും സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതായത് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് നമുക്കിനി വേണ്ട മൈദയുടെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സാധനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7-8 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ മൈദ അളന്നെടുത്ത അതേ ടേബിൾ സ്പൂൺ തന്നെയാണ് പഞ്ചസാര അളന്നെടുക്കാനും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം പഞ്ചസാരയും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും അതുപോലെ മൈദപ്പൊടിയും അരിപ്പൊടിയും നമുക്ക് ആദ്യം വെള്ളമൊക്കെ ഒഴിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഞാനത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിപ്പോൾ 1 കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 240 ml. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 240 ml ആണ്. അപ്പോൾ ഞാൻ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പൊടിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും 2 ദിശയിൽ കിടക്കും. നമ്മൾ പിന്നെ ഇത് പൾസ് ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലെൻഡായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ നിന്നും ഒക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി തേങ്ങാപ്പാലും പഞ്ചസാരയും അതുപോലെ നമ്മുടെ ഈ പൊടികളൊക്കെ കൂടി ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർക്കാതെ അച്ചപ്പം ഉണ്ടാക്കാം. മുട്ടയ്ക്ക് പകരം നെയ്യാണ് ചേർക്കുക. പക്ഷേ നെയ്യ് ചേർത്തിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ശരിയായില്ല. അപ്പോൾ മുട്ട വെച്ച് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് മുട്ട വെച്ച് ചെയ്ത റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലൊരു കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബാറ്റർ ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ വേണം ബാറ്റർ നിൽക്കാനായിട്ട്. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ള ബാറ്ററാണ്. ഇനി ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്പൂൺ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കമഴ്ത്തി പിടിച്ച് കഴിഞ്ഞാൽ സ്പൂണിൻ്റെ ബാക്കിൽ ഇതുപോലെ ബാറ്റർ ഇരിക്കണം. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ ഇതുപോലെ ബാറ്ററി ഇരിക്കില്ല. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ബാറ്ററി ഇരിക്കുന്നത് അധികമായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ആ തിക്നെസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും തേങ്ങാപ്പാൽ ബാക്കിയുണ്ട് കേട്ടോ. ഇത്ര ഞാൻ ഒഴിച്ചിട്ടില്ല, ഇത്ര തേങ്ങാപ്പാൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് അച്ചപ്പം ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഈ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയാണ്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് തിക്നെസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ടീസ്പൂണോളം എള്ള് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച്. അച്ചപ്പത്തിൻ്റെ അച്ച് ഞാൻ ഈ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെ ചൂട് എന്ന് പറയുന്നത് ഞാൻ വെരി ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വെരി ലോ ഫ്ലെയിമിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ അച്ചപ്പത്തിൻ്റെ അച്ച് ഇട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ നമ്മുടെ ഓയിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അച്ചപ്പം നമ്മുടെ ഈ അച്ചപ്പത്തിൻ്റെ അച്ചിൽ നിന്ന് വേറിട്ട് കിട്ടില്ല. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ നിൽക്കുക. അച്ചപ്പത്തിൻ്റെ അച്ചൊക്കെ അതിലിട്ട് വയ്ക്കുക. എന്നിട്ട് ബാറ്റർ റെഡിയാക്കാൻ നിൽക്കുക. നമ്മുടെ ബാറ്റർ റെഡിയാക്കി വരുമ്പോഴത്തേനും ചൂട് പാകമായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് എണ്ണയിൽ മുക്കി വയ്ക്കണം കേട്ടോ, ചൂടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുഴുവനായിട്ട് മുക്കരുത്, അത് ശ്രദ്ധിക്കണം. ഇതുപോലെ പകുതി മുക്കാലേ മുക്കാൻ പാടുള്ളൂ.
നമ്മളെ ബാറ്റർ നമ്മൾ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് ബാറ്റർ നമ്മൾ ഒരു ചെറിയൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ അച്ചപ്പത്തിൻ്റെ അച്ച് കറക്റ്റായിട്ട് അതിൽ മുക്കിയെടുത്ത് എണ്ണയിലേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബാറ്റർ ഒഴിച്ചു വെച്ച പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് ബാറ്റർ മാറ്റിയ ശേഷം അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇനി രണ്ട് സൈഡും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിടാം. പിന്നെ അച്ചപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിരിക്കും. അത് ചെറുതായി ചൂടാറി വരുമ്പോഴേക്കാണ് നല്ല ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ വെച്ചിട്ട് മൊത്തം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചൂടുള്ള ഈ അച്ച് നമ്മൾ ബാറ്ററിൽ മുക്കി അതിനുശേഷം എണ്ണയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അച്ച് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അച്ചപ്പം നല്ല വേഗം തന്നെ അച്ചിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞ ശേഷം നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോരിയെടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കമഴ്ത്തിയിടുക. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ അച്ചപ്പത്തിൻ്റെ ഉൾഭാഗത്ത് നിറച്ച് എണ്ണ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ എണ്ണ അതിൻ്റെ ഉള്ളിൽ തന്നെ അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചപ്പം കമഴ്ത്തി വേണം ഇടാനായിട്ട്. എന്നാലാണ് ആ എണ്ണ നല്ല പോലെ വാർന്ന് അച്ചപ്പം നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എണ്ണ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തരം സോഗിയായി മാറുന്നല്ലാതെ പിന്നെ നമ്മൾ അടച്ച്, അതായത് ഇപ്പോൾ ഒരു പാത്രത്തിലെങ്ങാനും അടച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നാശമായി പോകാനും ചാൻസ് കൂടുതലായിരിക്കും. ആ എണ്ണ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊട്ട സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചപ്പം നമ്മൾ പൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമഴ്ത്തിയിടുക. എണ്ണ നല്ല പോലെ വാർന്നതിന് ശേഷം ചൂടാറിയ ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് അടച്ചിട്ട് അത്യാവശ്യം കുറച്ച് നാളൊക്കെ എന്തായാലും സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഈ ബാറ്റർ കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ പാത്രത്തിലേക്ക്. ഇതുപോലെ അച്ച് നമുക്ക് സുഖമായിട്ട് മുക്കാൻ പറ്റുന്ന പദാർത്ഥത്തിലുള്ള ഒരു ചെറിയ പാത്രത്തിലേക്ക് ബാറ്റർ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ അച്ച് എപ്പോഴും എണ്ണയിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കും വേണം. കണ്ടില്ലേ, കമഴ്ത്തിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ വാർന്നു പോയി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മുഴുവൻ ബാറ്ററും പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഈ ചെറിയൊരളവിൽ നിന്ന് കിട്ടും. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി അച്ചപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ അച്ചപ്പത്തിൻ്റെ ആ ബാറ്റർ കുറച്ച് നേരം ഇരിക്കുമ്പോൾ കട്ടി കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കട്ടി കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് തേങ്ങാപ്പാൽ, അതിൽ നിന്ന് പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് വേണം കേട്ടോ പിന്നെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഒഴിക്കരുത്. ബാറ്റർ നോക്കുക നല്ല തിക്കാണോ അതോ പാകത്തിനാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് അളവിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും തിക്നെസ് ആയപ്പോൾ 2-3 ടേബിൾ സ്പൂണൊക്കെ വീണ്ടും ചേർത്ത് കൊടുത്തു തേങ്ങാപ്പാൽ. അതിന് ശേഷമാണ് ബാക്കി മുഴുവനായിട്ട് ഉണ്ടാക്കി തീർത്തത്. അപ്പോൾ തിക്നെസ് അനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കുക. 1 കപ്പ് നമ്മൾ അളവ് പറയുമെങ്കിലും മുഴുവനായിട്ട് ചിലപ്പോൾ അത് ചേർക്കേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അതുപോലെ നമ്മുടെ ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് തന്നെ മറക്കാതെ വേഗം പോയിട്ട് അച്ചപ്പം ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്, ഈസിയാണ്, ഇൻസ്റ്റൻ്റാണ്. 1 കപ്പ് അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ 1 മുട്ടയും മതി, പിന്നെ തേങ്ങാപ്പാലും. ഈസി ആയിട്ട് നല്ല അടിപൊളി ക്രിസ്പി അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.